നെക്സ്റ്റ് തിയറം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറാണ്, നെയിംഡ് തിയറാണ്. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ദിസ് തിയർ എന്നൊക്കെ ചോദിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു തിയറാണ്. ഇപ്പോൾ തിയറം 6, തിയറത്തിൻ്റെ പേര് ഏബൽസ് തിയറം. ഇപ്പോൾ സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ഏബൽസ് തിയറം എന്നോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഏബൽസ് തിയറം എന്നൊക്കെ പറഞ്ഞിട്ട് 1 വെയിറ്റേജിന് വരാനും, സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ഏബൽസ് തിയറം എന്ന് പറഞ്ഞാൽ ഒരു 4 വെയിറ്റേജിൻ്റെയോ അല്ലെങ്കിൽ ഒരു essay ക്വസ്റ്റ്യനിലൊക്കെ വരാൻ സാധ്യതയുള്ള തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ എന്താണ് തിയറം പറയണത് നോക്കാം. അപ്പോൾ ഏബൽസ് തിയറം എന്താ പറയണത് നോക്കാം. ഇഫ് y1 and y2 are two solutions of the second order linear differential equation, L of y is equal to y double dash plus p of t into y dash plus q of t into y is equal to 0, where p and q are continuous on an open interval I, then the Wronskian W of y1 y2 of t is given by Wronskian of t is equal to c e power integral minus p of t dt. ഓക്കെ, ഇവിടെ c എക്സ്പോണൻഷ്യൽ പവർ മൈനസ് ഇൻ്റഗ്രൽ പി ഓഫ് ടി ഡി ടി എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇത് നമ്മൾ എഴുതുമ്പോൾ c e പവർ മൈനസ് ഇൻ്റഗ്രൽ പി ഓഫ് ടി ഡി ടി. ഓക്കെ, അങ്ങനെയാണ് എഴുതണേ. ഓക്കെ, where c is a certain constant that depend on y1 and y2 but not on I എന്ന് പറയുന്നത്. ഓക്കെ, ആ c എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് നമ്മുടെ സൊല്യൂഷൻ ആയിട്ടുള്ള y1നെയും y2നെയാണ് ഡിപ്പെൻഡ് ചെയ്യുള്ളൂ, ടീനെ ഡിപ്പെൻഡ് ചെയ്യില്ല. ഫർദർ y1 y2 Wronskian of y1 y2 of t is either 0 for all t in I, else is never 0 in I എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം എന്താ ഏബൽസ് തിയറം പറയണത്? ഏബൽസ് തിയറം പറയുന്നത് എങ്ങനെയാണ്? y1ഉം y2 എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് ഓർഡർ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ്. പിയും ക്യൂ എന്ന് പറയുന്ന ഐ എന്ന് പറയുന്ന ഒരു ഇൻ്റർവെല്ലിൽ കണ്ടിന്യൂസ് കൂടിയാണെങ്കിൽ എന്തുകൂടി ആവണം? പിയും ക്യൂവും കണ്ടിന്യൂസ് ഓൺ ആൻ ഓപ്പൺ ഇൻ്റർവെൽ ആവണം. അങ്ങനെയാണെങ്കിൽ Wronskian ഓഫ് ടി ഈസ് ഈക്വൽ ടു സി പവർ ഇൻ്റഗ്രൽ പി ഓഫ് ടി ഡി ടി ആണെന്ന് പറയാൻ പറ്റും. ബട്ട് സി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഈ കോൺസ്റ്റൻ്റ് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യണമെന്നാണ് പറഞ്ഞത്? y1നെയും y2നെയും മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ, ടീനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് 2 കേസാണ് Wronskian ഉള്ളത്. ഒന്നല്ലെങ്കിൽ Wronskian മൊത്തത്തിൽ 0 ആവും, അല്ലെങ്കിൽ Wronskian എന്ന് പറയുന്നത് നോട്ട് ഇസ് ഈക്വൽ ടു 0 വരും. ഓക്കെ, മനസ്സിലായോ? ഇത് എല്ലാ കേസിലും അല്ല, നമ്മളിവിടെ എടുത്തിരിക്കുന്ന കേസ് ശ്രദ്ധിക്കണം. നമ്മുടെ എന്താണ് സെക്കൻഡ് ഓർഡർ ലീനിയർ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ 2 സൊല്യൂഷൻ y1ഉം y2 എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിയും ക്യൂവും കണ്ടിന്യൂസ് ഇൻ എൻ ഇൻ്റർവൽ ഐ ആണെങ്കിൽ Wronskian എയ്തർ എന്താ പറയുക മൊത്തത്തിൽ 0 ആയിരിക്കും. ഫോർ ആൾ ടി ഇൻ ഐ എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലിൽ ഏതൊരു പോയിന്റ് എടുത്താലും അവിടെ Wronskian ഓഫ് y1 y2 എന്ന് പറയുന്നത് 0 ആയിരിക്കും. അല്ലെങ്കിൽ പോസിബിലിറ്റി എന്താണുള്ളത്? അത് 0 ആവുകയില്ല, നോൺ 0 വാല്യൂ ആയിട്ടാണ് വരിക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളോട് എക്സാമിന് ഈ ഏബൽസ് തിയറം തന്നെ സ്റ്റേറ്റ്മെൻറ്റ് മാറ്റിയിട്ട് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് മാറ്റിയിട്ട് ഇങ്ങനെ ചോദിക്കാം. ലെറ്റ് y1 ആൻഡ് y2 ബി ദ 2 സൊല്യൂഷൻസ് ഓഫ് എ ലീനിയർ ഡിഫറൻഷ്യൽ സെക്കൻഡ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അതായത് L of I പറയും. എന്നിട്ട് പറയുകയാണ് ദെൻ ഷോ ദാറ്റ് എയ്തർ Wronskian is equal to 0 or Wronskian എന്ന് പറയുന്നത് നോൺ 0 ആയിട്ട് വരാൻ പാടൂ എന്നുള്ള കേസ് പറയാം. അപ്പോഴും നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു പ്രൂഫ് തന്നെയാണ്. അതായത് നിങ്ങളോട് ആ ഫസ്റ്റത്തെ കണ്ടീഷൻ പറഞ്ഞിട്ട് ഇടയിലുള്ള ഈ Wronskianൻ്റെ കാര്യം വിട്ടിട്ട് നിങ്ങളോട് ഇങ്ങനെ പറയാൻ പറ്റും. ഈ ഒരു കണ്ടീഷൻ മാത്രം ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടി ഈ തിയറത്തിൻ്റെ പ്രൂഫ് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇവിടെയും അപ്ലൈ ചെയ്യേണ്ടത്. ഇതേ പ്രൂഫ് തന്നെയാണ് എഴുതേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഇനി എങ്ങനെയാണ് പ്രൂഫ് പറയണമെന്ന് നോക്കാം. സിൻസ് y1 ആൻഡ് y2 ആർ 2 സൊല്യൂഷൻസ് ഓഫ് എ സെക്കൻഡ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഇത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നതാണ്, നമ്മൾ എഴുതി വയ്ക്കുകയാണ് ചെയ്യുന്നത്. y1 y2 ബി 2 സൊല്യൂഷൻസ് ഓഫ് എ സെക്കൻഡ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ L of y is equal to y double dash plus p of t y dash plus q of t into y is equal to 0 എന്ന് പറയുന്നത്. എക്സാമിന് എഴുതുമ്പോൾ അവിടെ 2 കണ്ടീഷനും കൂടി കൂട്ടി എഴുതണം. വർ പി ഓഫ് ടി ആൻഡ് ക്യൂ ഓഫ് ടി ആർ കണ്ടിന്യൂസ് ഓൺ എൻ ഓപ്പൺ ഇൻ്റർവൽ ഐ എന്ന് കൂടി എഴുതണം. ഓക്കെ, അപ്പോൾ ഇവിടെ തൊട്ട് മുകളിൽ നിങ്ങൾക്ക് എന്തുണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായതുകൊണ്ടാണ് അതിവിടെ എടുത്ത് എഴുതാത്തത്. പക്ഷെ നിങ്ങൾ എഴുതുമ്പോൾ അവിടെ സ്പെസിഫൈ ചെയ്തിട്ട് തന്നെ പറയണം. പി ഓഫ് ടി ആൻഡ് ക്യൂ ഓഫ് ടി ആർ എന്ന് പറയുന്നത് എന്താണ്? കണ്ടിന്യൂസ് ഓൺ എൻ ഓപ്പൺ ഇൻ്റർവൽ ഐ എന്ന് പറഞ്ഞു. ഒരു ഓപ്പൺ ഇൻ്റർവൽ ഐയിൽ അത് കണ്ടിന്യൂസ് ആണെന്ന് നമ്മൾ പറയുക തന്നെ വേണം. ഓക്കെ, ഇനി നമുക്ക് പറയണത് y1ഉം y2ഉം 2 സൊല്യൂഷൻ അല്ലേ? നമ്മളോട്
പറഞ്ഞിട്ടുണ്ട് y1ഉം y2 എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ അല്ലേ. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് എന്ത് ചെയ്യണം, അത് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണ്ടേ. ഇപ്പോൾ നമ്മൾ സ്ഥിരം പറയണ മാതിരി തന്നെ അത് സാറ്റിസ്ഫൈ ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മീൻ ചെയ്യണത്, y1 ഡബിൾ ഡാഷ് പ്ലസ് പി ഓഫ് ടി ഇൻറ്റു y1 ഡാഷ് പ്ലസ് ക്യൂ ഓഫ് ടി ഇൻറ്റു y1 ഈസ് ഈക്വൽ ടു 0. അതായത് y1 ഇതിനെ സാറ്റിസ്ഫൈ ചെയ്യണു എന്ന് പറയുന്ന കണ്ടീഷൻ വെച്ചിട്ട് എഴുതിയതാണ്. ഇനി y2 എന്ന് പറയുന്നത് ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് പറഞ്ഞില്ലേ. അപ്പോൾ ആ കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന ഇക്വേഷൻ എന്താണ്, y2 ഡബിൾ ഡാഷ് പ്ലസ് പി ഓഫ് ടി ഇൻറ്റു y2 ഡാഷ് പ്ലസ് ക്യൂ ഓഫ് ടി ഇൻറ്റു y2 ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ രണ്ടെണ്ണത്തിന് ഇപ്പോൾ നമ്മൾ y1ഉം y2 രണ്ട് സൊല്യൂഷൻസ് ഓഫ് ദ ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഇപ്പോൾ y1ഉം y2ഉം ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും എന്ന് പറയുന്ന കണ്ടീഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ രണ്ട് ഇക്വേഷൻസ് എഴുതി. ഇനി ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഫസ്റ്റത്തെ ഇക്വേഷനെ നമ്മൾ -y2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ആൻഡ് ഈ ഒരു സെക്കൻഡ് ഇക്വേഷനെ നമ്മൾ y1 എന്ന് പറയുന്നത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് ആ രണ്ട് ഇക്വേഷൻസ് കൂടി ആഡ് ചെയ്യുക. ആൻഡ് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു പുതിയൊരു ഇക്വേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ആഡ് ചെയ്യണം എന്നുള്ള കാര്യം പറഞ്ഞുതരാം. എന്നിട്ട് നമ്മൾ ആ ഫസ്റ്റത്തെ ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യാണ്, -y2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെ -y2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ആ ഇക്വേഷൻ എന്തായിട്ട് മാറി, അതായത് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഇക്വേഷൻ എന്തായിരുന്നു, y1 ഡബിൾ ഡാഷ് മൈനസ് പി ഓഫ് ടി ഇൻറ്റു മൈനസ് അല്ല y1 ഡബിൾ ഡാഷ് പ്ലസ് പി ഓഫ് ടി ഇൻറ്റു y1 ഡാഷ് പ്ലസ് ക്യൂ ഓഫ് ടി ഇൻറ്റു y1 ഇസ് ഈക്വൽ ടു 0 ആയിരുന്നു. അതിൽ നമ്മൾ ത്രൂ ഔട്ട് ആയിട്ട് -y2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയതാണ് എന്ത്, -y2 y1 ഡബിൾ ഡാഷ് മൈനസ് പി ഓഫ് ടി y2 y1 ഡാഷ് മൈനസ് ക്യൂ ഓഫ് ടി y2 y1 ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു. ഓക്കെ, നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ ഉണ്ടായിരുന്നു. എന്തായിരുന്നു നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ, y2 ഡബിൾ ഡാഷ് പ്ലസ് പി ഓഫ് ടി ഇൻറ്റു y2 ഡാഷ് പ്ലസ് ക്യൂ ഓഫ് ടി ഇൻറ്റു y2 ഈക്വൽ ടു 0 എന്ന് പറയുന്ന സെക്കൻഡ് ഇക്വേഷൻ ഉണ്ടായിരുന്നു. ആ ഒരു സെക്കൻഡ് ഇക്വേഷനെ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, y1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് റിസൾട്ടിംഗ് ആയിട്ട് വരുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിട്ട് മാറി, y1 ഇൻറ്റു y2 ഡബിൾ ഡാഷ് പ്ലസ് പി ഓഫ് ടി ഇൻറ്റു y1 y2 ഡാഷ് പ്ലസ് ക്യൂ ഓഫ് ടി ഇൻറ്റു y1 y2 വിച്ച് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ രണ്ട് ഇക്വേഷൻസ് കൂടി ആഡ് ചെയ്യാം. ഏതൊക്കെ ഇക്വേഷൻസ്, ഇപ്പോൾ നമുക്ക് ഈ കിട്ടിയ പുതിയ ഇക്വേഷൻസ് ഉണ്ടായിരുന്നല്ലോ, അതായത് ഇതാണ് ഈ ഒരു ഇക്വേഷനും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഈ രണ്ട് ഇക്വേഷൻസ് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ടേം ആഡ് ചെയ്യാം, ഈ രണ്ട് ടേംസ് കൂടി ആഡ് ചെയ്യുക. രണ്ട് ടേംസ് കൂടി ആഡ് ചെയ്യുമ്പോൾ ഞാൻ ഒന്ന് അറേഞ്ച് ചെയ്തിട്ടാണ് എഴുതിയത്. എങ്ങനെ എഴുതി, ആഡ് ചെയ്തിട്ട് y1 y2 ഡബിൾ ഡാഷ് മൈനസ് y1 ഡബിൾ ഡാഷ് ഇൻറ്റു y2 എന്ന് എഴുതി. ഓക്കെ, ഈ രണ്ട് ടേം കൂടി ഞാൻ ആഡ് ചെയ്ത് എഴുതിയതാണ്. അപ്പോൾ അത് ആഡ് ചെയ്ത് എഴുതിയത് എങ്ങനെയായിരുന്നു, y1 y2 ഡബിൾ ഡാഷ് മൈനസ് y1 ഡബിൾ ഡാഷ് ഇൻറ്റു y2 എന്ന് പറയുന്നത് അല്ലേ. ഇനി നമ്മൾ അടുത്ത രണ്ട് ടേം കൂടി ഞാൻ ആഡ് ചെയ്ത് എഴുതാൻ പോവുകയാണ്. ഏതാണ് അടുത്ത രണ്ട് ടേം, ഈ രണ്ട് ടേം കൂടി ആഡ് ചെയ്ത് എഴുതാൻ പോകും. അപ്പോൾ അതിലൊരു പി ഓഫ് ടി കോമൺ ഉണ്ട് അല്ലേ. ഇപ്പം ഞാൻ ആ പി ഓഫ് ടി കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. സോ പി ഓഫ് ടി കോമൺ ആയിട്ട് എടുത്തു. ഇനി ഞാൻ ഈ ടേമാണ് ഫസ്റ്റ് എഴുതുന്നത്. അപ്പോൾ എന്തായി, y1 y2 ഡാഷ് മൈനസ്, ഇവിടുന്ന് പി ഓഫ് ടി മാത്രമേ എടുത്തുള്ളൂ, ഇതിലൊരു മൈനസ് ഉണ്ട്, മൈനസ് y2 ഇൻറ്റു y1 ഡാഷ് എന്നാണ്. അതിന് ഒന്നുകൂടി അറേഞ്ച് ചെയ്തിട്ടോ എഴുതിയിരിക്കണേ, y1 ഡാഷ് ഇൻറ്റു y2. ആ ടേംസ് അങ്ങോട്ടും കൂടി മാറ്റി എഴുതിയെന്നേ ഉള്ളൂ. സോ നമുക്ക് ആ സെക്കൻഡ് ടേം എന്ത് കിട്ടി, പി ഓഫ് ടി ഇൻറ്റു y1 y2 ഡാഷ് മൈനസ് y1 ഡാഷ് ഇൻറ്റു y2 പിന്നെ വിച്ച് ഈസ് ഈക്വൽ ടു 0 എന്നാണ് എഴുതി. നമ്മൾ ഈ തേർഡ് ടേം ആഡ് ചെയ്യുമ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ, ഇതെന്താ, ക്യൂ ഓഫ് ടി ഇൻറ്റു y2 y1. ഇതെന്ന് പറയുന്നത് എന്താണ്, ക്യൂ ഓഫ് ടി ഇൻറ്റു y1 y2. രണ്ടും സെയിം ആണ്. ഒരു ടേം എന്ന് പറയുന്നത് പോസിറ്റീവ് ടേമും ഒരു ടേം എന്ന് പറയുന്നത് നെഗറ്റീവ് ടേമും ആയിരുന്നു അല്ലേ. അതായത് ഈ ഒരു ടേം എന്ന് പറയുന്നത് പോസിറ്റീവും ഈ ഒരു ടേം നെഗറ്റീവ് ഈ ഒരു ടേം പോസിറ്റീവും ഈ ഒരു ടേം നെഗറ്റീവ് ആയിരുന്നു. സോ ഇത് രണ്ടും കൂടി ആഡ് ചെയ്തപ്പോൾ സെയിം ആയിട്ട് ക്യാൻസൽ ചെയ്ത് പോയി അല്ലേ. അതായത് നമ്മുടെ +2 -2 എന്ന് എഴുതണ മാതിരി തന്നെ +2 - 2 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 അല്ല കിട്ടുന്നത്. അതേമാതിരി ആ രണ്ട് ടേം കൂടി ക്യാൻസൽ ചെയ്ത് പോയി. സോ നമുക്ക് ആ ഈ രണ്ട് ഇക്വേഷൻസ് കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ ഇക്വേഷൻ എന്തായിരുന്നു, y1 y2 ഡബിൾ ഡാഷ് മൈനസ് y1 ഡബിൾ ഡാഷ് ഇൻറ്റു y2 പ്ലസ് പി ഓഫ് ടി ഇൻറ്റു y1 y2 ഡാഷ് മൈനസ് y1 ഡാഷ് ഇൻറ്റു y2 വിച്ച് ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഓക്കെ, പിന്നെ നമ്മൾ ഈ കിട്ടിയ ഇക്വേഷൻ നമ്മൾ ഇവിടെ തന്നെ നിർത്തുകയാണ്, ഒന്നും ചെയ്യുന്നില്ല. സോ ആ ഇക്വേഷൻ നമ്മൾ പുട്ടിറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 3 എന്ന് നമ്മൾ എഴുതി. ഓക്കെ, അതായത് ഈ ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ നേരത്തെ അവിടെ ചെയ്തു വെച്ച ഇക്വേഷനാണ് ഇവിടെ ഉള്ളത്, y1 y2 ഡബിൾ ഡാഷ് മൈനസ് y1 ഡബിൾ ഡാഷ് y2. സോ റിമൈനിങ് ടേംസ് എന്ന് പറയുന്നത് അതിന് നമ്മൾ എന്ത് ചെയ്യുകയാണ്, പുട്ടിറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 3 എന്ന് എഴുതിയതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അത് എഴുതുമ്പോൾ ആ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു എന്താ പറയുക രണ്ട് കാര്യങ്ങൾ ഇവിടെ ആഡ് ചെയ്തിട്ട് വേണം എഴുതാൻ.
ദെൻ വ്രോൺസ്കിയൻ ഓഫ് y1 y2 ഓഫ് ടി എന്ന് പറയണം. ഇനി നമ്മൾക്ക് വ്രോൺസ്കിയൻ എഴുതാണ്. നമ്മൾ വ്രോൺസ്കിയൻ കാൽക്കുലേറ്റ് ചെയ്യുക. സോ വ്രോൺസ്കിയൻ ഇസ് ഈക്വൽ ടു എന്താണ് y1 y2 വിച്ച് ഇസ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് ഓഫ് y1 y2 y1 ഡാഷ് y2 ഡാഷ് നമ്മുടെ സാധാ ഡെഫിനിഷൻ തന്നെയായിരുന്നു. ഇനി അപ്പോൾ അതിനെ നമ്മൾ എന്താ ചെയ്യാം, ഡിറ്റർമിനൻറ്റ് ഓഫ് ദിസ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം, ഇപ്പോഴും പറയുന്നതാണ്, എന്നാലും വ്രോൺസ്കിയൻ ഓഫ് ദിസ് ആണ്. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ y1 y2 ഡാഷ് മൈനസ് y1 ഡാഷ് ഇൻറ്റു y2. സോ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് y1 y2 ഡാഷ് മൈനസ് y2 y1 ഡാഷ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നമുക്ക് വ്രോൺസ്കിയൻ ഇസ് ഈക്വൽ ടു, അതായത് നമ്മുടെ W ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, ഈ ഒരു ഫോം കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ W-നെ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. W-നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ W ഡാഷ് കണ്ടുപിടിക്കാം. സോ W ഡാഷ് കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിച്ചിരിക്കും നോക്കാം. ഇപ്പം നമ്മുടെ കയ്യിൽ W എന്ന് പറയുന്നത് എന്താ ഉള്ളത്, W ഇസ് ഈക്വൽ ടു y1 y2 ഡാഷ് മൈനസ് y2 y1 ഡാഷ് എന്നാണ് നമ്മുടെ കയ്യിലുള്ള W. ഇനി നമ്മൾ ഇതിനെ എന്ത് ചെയ്യാണ്, ഫസ്റ്റ് ഈ ഒരു ടേമിനെ ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണ്. എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്, അതായത് പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്തിട്ട് ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കൂ, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. ഇവിടുത്തെ ഫസ്റ്റ് ഫംഗ്ഷൻ ഏതായിരുന്നു y1, ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു y2 ഡാഷിൻ്റെ ഡെറിവേറ്റീവ്. സോ y2 ഡാഷിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ y2 ഡബിൾ ഡാഷ് വന്നു. പ്ലസ് നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം, സെക്കൻഡ് ഫംഗ്ഷൻ, ഇവിടുത്തെ സെക്കൻഡ് ഫംഗ്ഷൻ ഏതായിരുന്നു y2 ഡാഷ് എഴുതി, y2 ഡാഷ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. ഡെറിവേറ്റീവ് എന്താണ് y1 ഡാഷ് എന്നാണ്. സോ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടി, y1 y2 ഡബിൾ ഡാഷ് പ്ലസ് y2 ഡാഷ് ഇൻറ്റു y1 ഡാഷ് എന്ന് കിട്ടി അല്ലേ. അപ്പോൾ അതങ്ങനെ എഴുതി വെച്ചു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, അടുത്തൊരു ടേം കൂടി നിർത്താറായോ, ഇല്ല, ഈ ഒരു ടേം കൂടി ഉണ്ട് അല്ലേ, മൈനസ് y2 y1 ഡാഷിനെ കൂടി നമുക്ക് എന്ത് ചെയ്യണം, ഡിഫറൻഷിയേറ്റ് ചെയ്യണം. സോ ഞാൻ ആ മൈനസിന് ഇങ്ങോട്ട് പുറത്തേക്ക് എടുത്ത് നിർത്തി, എന്നിട്ട് y2 y1 ഡാഷിനെ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഡിഫറൻഷിയേറ്റ് ചെയ്ത് എഴുതി. പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ്, അതായത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. സോ അത് വെച്ച് ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയേ, y2 ഇൻറ്റു y1 ഡബിൾ ഡാഷ് പ്ലസ് y1 ഡാഷ് ഇൻറ്റു y2 ഡാഷ് എന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ ഈ ടേംസ് ഒക്കെ പാടൊന്ന് ആഡ് ചെയ്യാണ്. സോ നമ്മളിവിടെ y1 y2 ഡാഷ്, ഞാൻ അതിന് y1 y2 ഡബിൾ ഡാഷ് എന്ന് പറയുന്നത്. സോ അത് ഞാൻ എടുത്ത് എഴുതി. ഇനി നമുക്ക് ഇവിടെ ഒരു y2 y1 ഡാഷ് ഉണ്ട് അല്ലേ, ഇവിടെ പ്ലസ് y2 y1 ഡാഷ് ഉണ്ട്. ഈ മൈനസ് ഇതിൻ്റെ ഉള്ളിലോട്ട് എടുക്കുമ്പോൾ ഈ ഒരു ടേമിന് മൈനസും ഈ ഒരു ടേം കൂടി, ഒരു മിനിറ്റ്, നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും, മൈനസിനെ കൊണ്ട് കളഞ്ഞ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ടേം മൈനസും ഈ ഒരു ടേമും എന്തായി മൈനസ് ആയിട്ട് വരും. സോ y2 ഡാഷ് ഇൻറ്റു y1 ഡാഷ് ഈ ഒരു പോസിറ്റീവ് ടേമും മൈനസ് y1 ഡാഷ് ഇൻറ്റു y2 ഡാഷ് ഈ ഒരു ടേമും, ഇത് രണ്ടും സെയിം അല്ലേ, ഓർഡർ അങ്ങോട്ട് കൂടി മാറ്റി എഴുതിയിട്ട് നിന്നൊരു അത് രണ്ടും കൂടിയും ക്യാൻസൽ ചെയ്ത് പോവും. പിന്നെ ഇവിടെ ബാക്കി റിമൈനിങ് ആയിട്ടുള്ള ടേംസ് ഏതൊക്കെ ഉണ്ടായിരിക്കുള്ളൂ, y1 y2 ഡബിൾ ഡാഷ് മൈനസ് y2 y1 ഡാഷ്, അതായത് ഈ ഒരു ടേമും ദെൻ മൈനസ് ഈ ഒരു ടേമും മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് രണ്ടും കൂടി എന്ത് ചെയ്തു പോകും, ക്യാൻസൽ ചെയ്തു പോകും. സോ അതെന്തായിട്ട് മാറി, w ഡാഷ് ഇസ് ഈക്വൽ ടു y1 y2 ഡബിൾ ഡാഷ് മൈനസ് y1 ഡബിൾ ഡാഷ് ഇൻറ്റു y2 എന്ന് നമുക്ക് കിട്ടിപ്പോയി. ഓക്കെ, ഇനി അത് നമ്മളിവിടെ എഴുതി വയ്ക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ കൺഫ്യൂഷൻ ഒന്നും വന്നിട്ടില്ലല്ലോ. നമ്മളിവിടെ W കണ്ടുവച്ചിരുന്നു, W ഡാഷ് കൂടി നമ്മളവിടെ കണ്ടതാണ്. W ഡാഷ് കണ്ടപ്പോൾ നമുക്ക് എന്ത് കിട്ടി, y1 y2 ഡബിൾ ഡാഷ് മൈനസ് y1 ഡബിൾ ഡാഷ് ഇൻറ്റു y3. ഇനി നമ്മളിവിടെ ഒരു മൂന്നാമതൊരു ഇക്വേഷൻ പണ്ട് എഴുതി വെച്ചിരുന്നു അല്ലേ, തൊട്ട് മുകളിൽ നമ്മളൊരു ഇക്വേഷൻ എഴുതി വെച്ചിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു ഈ ഒരു ഇക്വേഷൻ ഇവിടെ എഴുതിയിട്ട് ഇവിടെ തന്നെ വെക്കുക എന്ന് പറഞ്ഞിരുന്നു. ആ ഇക്വേഷൻ ഒന്ന് എല്ലാം പോയിട്ട് ശ്രദ്ധിച്ച് നോക്കിക്കേ. അപ്പോൾ ആദ്യം ഈ ഇക്വേഷൻ്റെ, ഒരു മിനിറ്റ്, ഈ ഇക്വേഷൻ്റെ ഓരോ കാര്യങ്ങളും നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് ടേം നോക്കുക, നമ്മളിവിടെ നേരത്തെ എഴുതിയ ഈ ഇക്വേഷൻ്റെ ഫസ്റ്റ് ടേം നോക്കിയേ, y1 y2 ഡബിൾ ഡാഷ് മൈനസ് y1 ഡബിൾ ഡാഷ് ഇൻറ്റു y2 എന്ന് പറഞ്ഞു. ഇവിടെ ഇതിനെ എവിടെയോ കണ്ടു നമ്മളല്ലേ, എവിടെയാണ് കണ്ടത്, ഇതാണോ, ഇതായിരുന്നു. ഈ ടേമും ഈ ഒരു ടേമും എന്ന് പറയുന്നത് എന്തായിരുന്നു, ഈക്വൽ ആയിരുന്നു അല്ലേ. ഇതെന്താണ്, ഇതേ ഈക്വൽ ടു എന്താണ്, W ഡാഷ് ആണ് അല്ലേ. ഇപ്പം നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ ഇതിന് പകരം എന്ത് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാണ്, W ഡാഷ് എന്ന് വെച്ചിട്ട്
റീപ്ലേസ് ചെയ്യാനും അല്ലേ, ഇത്രയും കാര്യങ്ങൾ. ഇനി അടുത്ത വീണ്ടും നമ്മൾ ഈ പി ഓഫ് ടീൻ്റെ കൂടെ നിൽക്കുന്ന ഈ ഒരു ടേം നോക്കുക. ഇതും നമ്മൾ എവിടെയോ കണ്ടിട്ടുണ്ട് അല്ലേ. എവിടെയാണ് കണ്ടിട്ടുള്ളത്? ഇതാണ്ടോ y1 y2 ഡാഷ് മൈനസ് y2 y1 ഡാഷ് എന്നുണ്ടായിരുന്നു. സോ അതെന്താണ്? നമ്മുടെ റോൺസ്കിയൻ ആയിരുന്നു അല്ലേ. റോൺസ്കിയൻ എന്ന് പറയുന്ന W ആയിരുന്നു. സോ നമുക്ക് ഇതിനെ പകരം എന്തായിട്ട് പറയും? ഈ ഒരു ടേമിന് പകരം നമുക്ക് ഇനി എന്ത് ചെയ്യാം? W എന്ന് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ, അതായത് നമ്മുടെ ഈ ഒരു ഇക്വേഷൻ 3 എന്തായിട്ട് മാറും? ഈ ഇക്വേഷൻ എന്തായിട്ട് മാറും? W ഡാഷ് പ്ലസ് P ഓഫ് ടി ഇൻറ്റു W വിച്ച് ഈസ് ഈക്വൽ ടു 0 എന്നായിട്ട് മാറി. ഇപ്പോൾ ഈ ഒരു പുതിയ ഇക്വേഷൻ എന്തായിട്ട് മാറി? W ഡാഷ് പ്ലസ് P ഓഫ് ടി ഇൻറ്റു W ഈസ് ഈക്വൽ ടു 0 എന്നതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാണ്? മാറിപ്പോയി. ഓക്കെ, അപ്പോൾ നമുക്കൊരു പുതിയ ഇക്വേഷൻ കിട്ടി. ഇക്വേഷൻ എന്തായി? നമ്മുടെ ഇക്വേഷൻ 3 എന്ന് പറയുന്നത് W ഡാഷ് പ്ലസ് P ഓഫ് ടി ഇൻറ്റു W ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു. ഈ ഒരു ഇക്വേഷൻ നമ്മൾ മുന്നേ കുറേ കണ്ട ഒരു ഇക്വേഷൻ അല്ലേ. എവിടെ കണ്ട്? Wയിൽ വെച്ചിട്ടൊന്നല്ല കണ്ട്. നമ്മൾ ഫസ്റ്റ് ഓർഡർ എന്തായിരുന്നു? ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ജനറൽ ഫോം എന്തായിരുന്നു എന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്തായിരുന്നു ഫസ്റ്റ് ഓർഡർ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോം എന്തായിരുന്നു? y ഡാഷ് പ്ലസ് P ഓഫ് ടി ഇൻറ്റു y ഈസ് ഈക്വൽ ടു 0 എന്തായിരുന്നു? y ഡാഷ് പ്ലസ് P ഓഫ് ടി ഇൻറ്റു y ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വൈക്ക് പകരം ഇവിടെ എന്താ ആക്കിയിട്ടായിരുന്നു? W എന്ന് പറയുന്ന ഒരു വേരിയബിൾ കൊണ്ട് റീപ്ലേസ് ചെയ്തു എന്നേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഇത് എന്താണ്? നമ്മൾ y ആയിരുന്നു അവിടെ y ഡാഷ് പ്ലസ് P ഓഫ് ടി ഇൻറ്റു y പ്ലസ് വിച്ച് ഈസ് ഈക്വൽ ടു 0 എന്നായിരുന്നു എന്ന് പറഞ്ഞു നമ്മൾ. അതിന് വൈക്ക് പകരം ഇവിടെ W ആണ് എടുത്തിട്ടുള്ളത്. ബാക്കിയൊക്കെ കറക്റ്റാണ്. W ഡാഷ് പ്ലസ് P ഓഫ് ടി ഇൻറ്റു W ഈസ് ഈക്വൽ ടു 0 എന്ന്. അപ്പോൾ ഇത് നമുക്ക് എന്താ പറയാം? വിച്ച് ഈസ് എ ഫസ്റ്റ് ഓർഡർ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്ന് പറഞ്ഞൂടെ. അപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു ഫസ്റ്റ് ഓർഡർ ലീനിയർ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഇനി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എന്താണ് ഒരു ഫസ്റ്റ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ? നമ്മൾ പഠിച്ചു വെച്ചിരുന്നു, അവിടെ എഴുതി വെച്ചിരുന്നു അല്ലേ. അതായത് ദ ജനറൽ ഫോം ഓഫ് ദി സൊല്യൂഷൻ ഓഫ് എ ഫസ്റ്റ് ഓർഡർ ലീനിയർ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ equation y is equal to c into e power integral minus integral p of x dx അല്ലെങ്കിൽ p of t dt എന്ന് നമ്മൾ പഠിച്ചു വെച്ചിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ ഈ W എന്ന് പറയുന്നതും അത് എപ്പോഴാണ് നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റുകയെന്ന് കൂടി പറഞ്ഞിരുന്നു അല്ലേ. എന്തായിരിക്കണം? p of t എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഇൻ്റർവെല്ലിൽ എന്താവണം? കണ്ടിന്യൂസ് ആവണം. ഇനി p of t എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഇൻ്റർവെല്ലിൽ കണ്ടിന്യൂസ് ആയി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? അങ്ങനെ എഴുതാൻ പറ്റുക. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട്, നമ്മുടെ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ P of t കണ്ടിന്യൂസ് ആയിരുന്നു എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെ കണ്ടിന്യൂസ് ആയിരുന്നു നമുക്ക് ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതിൻ്റെ ജനറൽ സൊല്യൂഷൻ പറഞ്ഞൂടെ. അതായത് വൈക്ക് പകരം നമുക്കിവിടെ എന്താ എഴുതേണ്ടത്? W of t വിച്ച് ഈസ് ഈക്വൽ ടു c e പവർ മൈനസ് ഇൻ്റഗ്രൽ P of t dt എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടി പറഞ്ഞുതരാം. നമ്മൾ ഇക്വേഷൻ 3 എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് റെഡ്യൂസ് ചെയ്തു. ഇതെന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് ഓർഡർ ലീനിയർ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അപ്പോൾ നമ്മളിത് പിന്നെ പഠിച്ചിരിക്കുന്നത് ഇങ്ങനെയല്ല. നമ്മൾ എങ്ങനെയാണ് പഠിച്ചിരുന്നത്? y ഡാഷ് പ്ലസ് P ഓഫ് ടി ഇൻറ്റു y ഈസ് ഈക്വൽ ടു 0 ആണ് എന്ന് പറഞ്ഞ് പഠിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സൊല്യൂഷൻ, ഇങ്ങനെയുള്ളതിൻ്റെ ജനറൽ സൊല്യൂഷനും നമ്മൾ പഠിച്ചു വെച്ചിരുന്നു. അപ്പോൾ തന്നെ എന്താ പഠിച്ചു വെച്ചിരുന്നത്? y ഓഫ് ടി ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയായിരുന്നു? c e പവർ മൈനസ് ഇൻ്റഗ്രൽ P ഓഫ് ടി ഡി ടി എന്ന് നമ്മൾ പഠിച്ചു വെച്ചിരുന്നു. അപ്പോൾ ഇവിടെ ആകെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. വൈക്ക് പകരം W ആണെന്നുള്ളൊരു ചേഞ്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ നമുക്ക് W ഓഫ് ടി ഈസ് ഈക്വൽ ടു c e പവർ ഇൻ്റഗ്രൽ മൈനസ് P ഓഫ് ടി എന്ന് കിട്ടി. അപ്പോൾ ഇനി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മൾ എന്താപ്പോൾ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നത്? വ്രോൺസ്കിയൻ, നമ്മുടെ എബൽസ് തിയറം എന്താ പറഞ്ഞത്? വ്രോൺസ്കിയൻ ഇസ് ഈക്വൽ ടു c e പവർ ഇൻ്റഗ്രൽ മൈനസ് P ഓഫ് ടി ഡി ടി ആണെന്ന് കാണിക്കാനായിരുന്നു നമ്മളോട് പറഞ്ഞിരുന്നത് അല്ലേ. ഇതാണോ എബൽസ് തിയറം പറഞ്ഞത്? ദ വ്രോൺസ്കിയൻ ഈസ് ഗിവൺ ബൈ W ഓഫ് ടി ഈസ് ഈക്വൽ ടു c e പവർ ഇൻ്റഗ്രൽ മൈനസ് P ഓഫ് ടി ഡി ടി. അപ്പോൾ അതാണ് നമ്മൾ പ്രൂവ് ചെയ്ത് വെച്ചത്. നമ്മുടെ W ആക്ച്വലി എന്താണ്? വേരിയബിൾ അല്ല, വ്രോൺസ്കിയൻ. അപ്പോൾ നമ്മുടെ W നമുക്ക് എന്താണെന്ന് കിട്ടി? c e പവർ മൈനസ് ഇൻ്റഗ്രൽ P ഓഫ് ടി ഡി ടി എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ അത്രയും പ്രൂഫ് കഴിഞ്ഞു കേട്ടോ. അതായത് W ഈസ് ഈക്വൽ ടു. ഇനി നമുക്ക് ഈ റിമൈനിങ് ആയിട്ടുള്ള പോർഷൻ കൂടിയാണ് ഇനി നെക്സ്റ്റ് പ്രൂവ് ചെയ്യാനുള്ളത്. എന്താണ് റിമൈനിങ് ആയിട്ടുള്ള പോർഷൻ എന്ന് പറയുന്നത്? വ്രോൺസ്കിയൻ ഒന്നല്ലെങ്കിൽ മൊത്തത്തിൽ 0 ആവും, അല്ലെങ്കിൽ എന്തായിരിക്കും? 0 ആവില്ല.
ഒന്നല്ല രണ്ട് കേസേ വരുള്ളൂ. ഒന്നല്ലെങ്കിൽ ബ്രോൺസ്കിയൻ മൊത്തത്തിൽ 0 ആയിട്ട് വരിക, അല്ലെങ്കിൽ ബ്രോൺസ്കിയൻ എന്താ 0 അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു നോൺ സീറോ ടേം വരാനുള്ള സാധ്യത. അപ്പോൾ അതുകൂടിയാണ് നമ്മൾ പ്രൂവ് ചെയ്ത് കാണിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുവരെ കിട്ടി W = C എക്സ്പോണൻഷ്യൽ C e പവർ മൈനസ് ഇൻറ്റഗ്രൽ P(t) dt എന്ന് വരെ കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ. ഇനി നിങ്ങളൊന്ന് ആലോചിക്കുക, ഇവിടെ C = 0 ആയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും? 0 × e പവർ ഇൻറ്റഗ്രൽ മൈനസ് P(t) dt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 0 ആവില്ലേ? സോ ഇവിടെ C = 0 ആവുന്ന കേസിൽ നമുക്ക് W = 0 ആവും. ഇനി C not x 0 ആണെന്ന കേസിൽ ഇനി നമുക്ക് എന്തേ ഉണ്ടാവുള്ളൂ? എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഒരിക്കലും 0 ആവില്ല അല്ലേ. നമ്മൾ ഇപ്പോഴും പഠിക്കുന്നതാണ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻസ് ആർ നെവർ വാനിഷ്. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻസ് എവിടെ വെച്ചിട്ടും 0 ആവില്ല. പിന്നെ നമുക്ക് സിയും 0 അല്ല, എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനും ഒരിക്കലും 0 ആവില്ല. C 0 അല്ലാത്തൊരു കേസ് വരുമ്പോൾ പിന്നെ ഈ ബ്രോൺസ്കിയൻ 0 വരുമോ? അതായത് C 0 അല്ല പറഞ്ഞാൽ എന്താ? C ഒരു നോൺ സീറോ ടേം ആണ്. അപ്പോൾ പ്രൊഡക്റ്റ് ഓഫ് ടു നോൺ സീറോ ടേം എന്ന് പറയുന്നത് എഗെയിൻ എ നോൺ സീറോ ടേം അല്ലേ. അപ്പോൾ W എന്തേ വരുള്ളൂ? നോട്ട് = 0 വരുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമുക്കിവിടെ നമുക്ക് W(t) = C e പവർ ഈ ഒരു ടേം കിട്ടി. അപ്പോൾ C = 0 ആവുകയാണെങ്കിൽ ബ്രോൺസ്കിയൻ മൊത്തത്തിൽ 0 ആവും. C 0 അല്ലെങ്കിൽ ബ്രോൺസ്കിയൻ എന്താവില്ല? 0 ആവില്ല. അതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യാണ്ടായിരുന്നു. അത് നമ്മൾ എഴുതുകയും ചെയ്തു. സോ നമുക്ക് ഇവിടെ പറയുന്നതാണ് however the exponential function is never ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ C = 0 ആവുന്ന കേസിൽ W = 0 ആവും. C എന്ന് പറയുന്നത് നോൺ സീറോ ആണെങ്കിൽ നമുക്ക് എന്താ പറയുക, മറ്റേതും എന്താ പറയുക ബ്രോൺസ്കിയൻ എന്ന് പറയുന്നതും 0 ആവില്ല. ഇത്രയുണ്ടായിരുന്നു. അപ്പോൾ ഒന്നുകൂടി കൺക്ലൂഡ് ചെയ്തിട്ട് മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരാം. നമുക്ക് ഏബൽസ് തിയറം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ y1 ഉം y2 എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ്. അവിടെ Pയും Qവും കണ്ടിന്യൂസ് ഇൻ ആൻ ഓപ്പൺ ഇൻ്റർവൽ I. അത് ശ്രദ്ധിക്കണം, Pയും Qവും കണ്ടിന്യൂസ് ആവണം. അങ്ങനെയാണെങ്കിൽ ബ്രോൺസ്കിയൻ W of y1 y2, അതായത് W = എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, ബ്രോൺസ്കിയൻ = C e പവർ ഇൻറ്റഗ്രൽ മൈനസ് P(t) dt ആയിരിക്കും. പിന്നെ ഉള്ള കണ്ടീഷനാണ് പറയുന്നത് ബ്രോൺസ്കിയൻ ഒന്നല്ലെങ്കിൽ മൊത്തത്തിൽ 0 ആയിരിക്കും, അല്ലെങ്കിൽ ബ്രോൺസ്കിയൻ എന്തായിരിക്കും? 0 അല്ലാതെ വരാം. ഓക്കെ, അല്ലാതെ ഒരു കേസ് വരില്ല. ഒന്നല്ലെങ്കിൽ എല്ലാ വാല്യൂസിനും എന്തായിരിക്കും? ബ്രോൺസ്കിയൻ 0. അതായത് ആ I എന്ന് പറയുന്ന ഇൻ്റർവെല്ലുള്ള ഏതൊരു പോയിന്റ് എടുത്താലും ബ്രോൺസ്കിയൻ 0 അല്ലാതെ വരാം, അല്ലെങ്കിൽ 0 മൊത്തത്തിൽ ഏത് വാല്യൂ എടുത്താലും 0 വരുന്ന കേസ്. ഇത് രണ്ട് കേസുകളാണ് വരിക. അപ്പോൾ ആദ്യം നമ്മൾ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ എടുത്ത് എഴുതി അതിൻ്റെ y1 ഉം y2 സൊല്യൂഷൻ ആണെന്ന് പറയുമ്പോൾ അത് സാറ്റിസ്ഫൈ ചെയ്യണമല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് രണ്ട് ഇക്വേഷൻ എഴുതി. എന്നിട്ട് ഫസ്റ്റത്തെ ഇക്വേഷൻ -y2 കൊണ്ട് രണ്ടാമത്തെ ഇക്വേഷനും y1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതിന് അറേഞ്ച്മെൻ്റ് ഒക്കെ നടത്തി എഴുതിയപ്പോൾ നമുക്കൊരു പുതിയൊരു ഇക്വേഷൻ കിട്ടി. ആ ഇക്വേഷനെ നമ്മൾ അവിടെ എഴുതിയിട്ട് വെച്ചു. ഇനി നമ്മൾ ബ്രോൺസ്കിയൻ നമ്മുടെ ബ്രോൺസ്കിയൻ്റെ ഡെഫിനിഷൻ എടുത്തു. അങ്ങനെ ബ്രോൺസ്കിയൻ്റെ ഡെഫിനിഷൻ എടുത്ത് ബ്രോൺസ്കിയൻ കമ്പ്യൂട്ട് ചെയ്തു. പിന്നെ നമ്മൾ അതിനെ ഡെറിവേറ്റീവ് ചെയ്തു. അങ്ങനെ ഇപ്പോൾ നമുക്ക് രണ്ട് ടേം കിട്ടി. എന്നിട്ട് നമ്മൾ ഈ ഇക്വേഷനിൽ ഈ ഒരു ടേമിന് പകരം W' എന്നും ഈ ഒരു ഇതിന് പകരം W എന്ന് റീപ്ലേസ് ചെയ്ത് കൊടുത്തു. അങ്ങനെ റീപ്ലേസ് ചെയ്ത് കൊടുത്തപ്പോൾ നമുക്ക് എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് ഓർഡർ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടി. അതിൻ്റെ ഫോമായിരുന്നു ഇങ്ങനെ. സോ അതിൻ്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഫോമിൽ എഴുതാൻ പറ്റും. വേർ C എന്ന് പറയുന്നത് ഈസ് എ കോൺസ്റ്റൻ്റ് ആണ്. ഇതെന്ന് പറയുന്നത് y1നെയും y2നെയാണ് ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. അല്ലാണ്ട് നമ്മുടെ T എന്ന് പറയുന്നത് സാധനത്തിന്, അതായത് T എന്ന് പറയുന്നതിന് ഡിപ്പെൻഡ് ചെയ്യൊന്നുമില്ല. C = 0 ആണെങ്കിൽ ബ്രോൺസ്കിയൻ മൊത്തത്തിൽ 0 ആവും. C not = 0 ആവുന്ന കേസ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻസ് നെവർ വാനിഷിംഗ് ആണ്. അത് വിടരുത്. C not = 0 ആവുന്ന സമയത്ത് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻസ് ഒരിക്കലും 0 ആവില്ല. അതുകൊണ്ട് പ്രൊഡക്റ്റ്, അതായത് സിയും 0 അല്ല, എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനും 0 അല്ല. സോ അതിൻ്റെ പ്രൊഡക്റ്റുകളെന്ന് പറയുന്നതും 0 ആവില്ല. അതുകൊണ്ട് ബ്രോൺസ്കിയൻ not = 0 ആവുന്ന കേസ് അവിടെ വരുന്നു. ഓക്കെ, അത്രയാണ് ഈ ഒരു തിയറത്തിൽ ഉണ്ടായിരുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറാണ്. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വരാവുന്ന ഒരു തിയറാണ്.